മക്കളെ 2025 JEE അഡ്വാൻസ്ഡ് ഫിസിക്സ് പേപ്പർ 2-ൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കണ്ടാൽ അറിയാം, ഒരു VT ഡയഗ്രാം തന്നിട്ടുണ്ട്, തെർമോഡൈനാമിക്സ് ആണ്. വാട്ട് ഈസ് ഗിവൺ? ആൻ ഐഡിയൽ മോണോ ആറ്റോമിക് ഗ്യാസ്. ഇത്തരം ചോദ്യങ്ങളിൽ ഈ മോണോ ആറ്റോമിക് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ തന്നെ അത് ശ്രദ്ധിക്കണം. മോണോ ആറ്റോമിക്, ഡയാറ്റോമിക്. N moles is taken through a cycle W, X, Y, Z, W. ഇതാണ് ആ സൈക്കിൾ. കൺസിസ്റ്റിംഗ് ഓഫ് കോൺസിക്യൂട്ടീവ് അഡിയാബാറ്റിക് ആൻഡ് ഐസോബാറിക് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഇതൊരു VT അല്ലെങ്കിൽ TV ഡയഗ്രമാണ്. ഐസോബാറിക് ആവണമെങ്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ PV ഈക്വൽ ടു nRT, പ്രഷർ കോൺസ്റ്റൻറ്റ് V പ്രൊപ്പോർഷണൽ ടു T ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം ഐസോബാറിക് ആയിരിക്കും. ഇതൊരു ഐസോബാറിക് പ്രോസസ്സാണ്, ഒരു എക്സ്പാൻഷനാണ്. ഇത് ഐസോബാറിക് കംപ്രഷനാണ്. ലെറ്റ് us say ഇതിലെ പ്രഷറിനെ നമുക്ക് P2 എന്ന് വിളിക്കാം, ഇതിലെ പ്രഷറിനെ നമുക്ക് P1 എന്ന് വിളിക്കാം. P1 ആൻഡ് P2 ആർ ദ ടു പ്രഷേഴ്സ്. വോള്യൂം ഓഫ് ദ ഗ്യാസ് അറ്റ് X, ഇതാണ് X, at W, X and Y, W, X and Y, corresponding volumes are given 64, 125, 250 എല്ലാം സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. Absolute temperature of the gas TW at the point W, that means ഈ W എന്നുള്ള സ്റ്റേറ്റിലെ ടെമ്പറേച്ചർ TW ആണ്. such that ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, nRTW equal to 1 joule. That's the only data given other than the volume. Then the amount of heat absorbed in joule by the gas along the path XY. നേരത്തെ പറഞ്ഞ പോലെ XY എന്ത് പ്രോസസ്സാണ്? XY ഐസോബാറിക് പ്രോസസ്സാണ്. ഐസോബാറിക് പ്രോസസ്സിലെ ഹീറ്റ് അബ്സോർബ്ഡ് ആണ് ചോദിക്കുന്നത്. ഐസോബാറിക് പ്രോസസ്സിലെ ഹീറ്റ് അബ്സോർബ്ഡിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ Q ഈക്വൽ ടു NCP ഡെൽറ്റ T ആണ്. ഇതിൽ CP എന്ന് പറഞ്ഞാൽ ഇതൊരു മോണാറ്റോമിക് മോളിക്യൂൾ അല്ലേ. CP ഈസ് ഈക്വൽ ടു 5/2 ആയിരിക്കും. 5/2 ഡെൽറ്റ T. 5/2 R ആണ്. 5/2 R ഡെൽറ്റ T. So this can be written as 5/2 NR ഡെൽറ്റ T. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ nRT ആണല്ലോ. PV ഈക്വൽ nRT ആണെങ്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ P ഡെൽറ്റ V ഈക്വൽ ടു NR ഡെൽറ്റ T ആയിരിക്കും. സോ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. സോ ദിസ് വാല്യൂ വിൽ ബിക്കം ഈക്വൽ ടു 5/2 P ഡെൽറ്റ V ആണ്. വാട്ട് ഈസ് P? ഈ പ്രോസസ്സിലെ പ്രഷറിനെ നമ്മൾ P2 എന്നാണ് വിളിച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് 5/2 P2. വാട്ട് ഈസ് ഡെൽറ്റ V? അവിടെ ഈ സൈക്ലിക് പ്രോസസ്സിൽ ആരോ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആരോ നോക്കൂ, ഇങ്ങനെയാണ്. ദറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എക്സും ഫൈനൽ പോയിൻ്റ് വൈയും ആണ്. സോ ഡെൽറ്റ V എന്ന് പറയുമ്പോൾ അത് V ഓഫ് Y മൈനസ് V ഓഫ് X ആയിരിക്കും. സോ വാട്ട് ഈസ് ഡെൽറ്റ Q? ഈക്വൽ ടു 5/2 പ്രഷർ ഈസ് P2. VY തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, W, X and Y. Volume at Y is 250, volume at X is 125. So this is 250 minus 125. So into 125 സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ആക്കുമ്പോൾ 10⁻⁻6. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ അൺനോൺ ടേം ഏതാണ്? P2 കണ്ടുപിടിക്കണം. ഈ P2 കണ്ടുപിടിക്കാൻ നമുക്ക് ആകെയുള്ളൊരു ഡാറ്റ nRTW ഈക്വൽ ടു 1 joule ആണ്. നോക്കൂ, അറ്റ് ദ സ്റ്റേറ്റ് W PV ഈക്വൽ ടു nRT എന്നാണല്ലോ എഴുതേണ്ടത്. ഈ സ്റ്റേറ്റ് Wയിലെ പ്രഷർ എത്രയാണ്? അത് P1 ആണ്. സോ ദിസ് ഈസ് P1 ആൻഡ് വോള്യം എന്തായിരിക്കും? അത് VW ആണ്, ഈക്വൽ ടു nRTW. ബട്ട് ദിസ് nRTW ആണ് നമുക്ക് 1 തന്നിരിക്കുന്നത്. സോ വാട്ട് ഈസ് യുവർ P1? P1 ഈസ് 1 ഡിവൈഡഡ് ബൈ വോള്യം VW. What is volume W? That is 64 into 10 to the power minus 6 ആണ്. So this will give you 10 to the power 6 divided by 64. അപ്പം ഹാപ്പിലി നമുക്ക് പ്രഷർ P1 കിട്ടി. ബട്ട് നമുക്ക് വേണ്ടത് പ്രഷർ P1 അല്ലല്ലോ, പ്രഷർ P2 അല്ലേ. So how to get P2?
ദാറ്റ് ഈസ് വൈ വി യൂസ് അതർ പ്രോസസ്സ്. കാരണം നമ്മൾ ഇത്ര നേരമൊക്കെ ഐസോബാറിക്കാണ് ഉപയോഗിച്ചത്. ബട്ട് ദർ ഈസ് അഡിയാബാറ്റിക് പ്രോസസ്സ്. അഡിയാബാറ്റിക് പ്രോസസ്സാണ് WX. ഇൻ അഡിയാബാറ്റിക് പ്രോസസ്സ് വി ക്യാൻ സേ PW VW raised to gamma equal to PX VX raised to gamma. What is PW? PW P1 ആണ്, PX P2 ആണ്. So this is equal to P1 VW raised to gamma equal to P2 VX raised to gamma. നമുക്ക് വേണ്ടത് P2 ആണ്, which is equal to P1 into VW by VX raised to gamma. Monoatomic gas അല്ലേ? What is the value of gamma? Gamma is 1 plus 2 by F, that is 1 plus 2 by degree of freedom 3 ആണ്. This is equal to 5 by 3. So this gamma equal to 5 by 3. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1ൻ്റെ വാല്യൂ അറിയാം, 10 to the power 6 by 64 ആണ്, ഇൻറ്റു VW 64 ആണ്, VX 125 ആണ്, to the power 5 by 3. Simplification, 10 to the power 6 by 64 into 64 to the power 5 by 3. 64ൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം, ദാറ്റ് ഈസ് 4. അതിൻ്റെ ഫിഫ്ത്ത് പവർ 4 raised to 5. Similarly 125 raised to 5 by 3. 125ൻ്റെ ക്യൂബ് 5 raised to 5. This can be written as, ഇതൊന്ന് സൈസ് ചെറുതാക്കിക്കോട്ടെ, നോക്കൂ. This can be written as 10 to the power 6 by 64 into 4 raised to 5 is 4 cube into 4 square, which is 64 into 16 by 5 raised to 5നെ നമുക്ക് 5 cube 125 എഴുതാം, 125 into 25 എഴുതാം. ഇതാണ് P2ൻ്റെ വാല്യൂ. ബാക്ക് ടു വെർ വി സ്റ്റാർട്ടഡ്. നമുക്ക് വേണ്ടത് ഡെൽറ്റ ക്യൂ ആണ്. സോ ഡെൽറ്റ ക്യൂവിൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്, അതിൽ നമുക്ക് P2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് 5 by 2 ഇൻറ്റു P2ൻ്റെ വാല്യൂ എത്രയാണ്? 10 to the power, ഇവിടെ ഒരു 64 കട്ട് ചെയ്ത് പോകും, 10 to the power 6 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 25 ഇൻറ്റു 125 into 10 to the power minus 6. ഓക്കെ, സെറ്റ് ആയല്ലോ. 10 to the power minus 6 ക്യാൻസൽ, 125 ക്യാൻസൽ ചെയ്യാം. 5 25ൽ 5 ടൈംസ് ഉണ്ടാകും. ദിസ് വിൽ ഗിവ് യു 16 ഡിവൈഡഡ് ബൈ 5 into 2 10, വിച്ച് ഈസ് ഈക്വൽ ടു 1.6. അത്രയും ജൂളായിരിക്കും ഇതിലെ ഹീറ്റ് അബ്സോർബ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് 1.6 ജൂൾ. ഒരുപാട് ടഫല്ല, ബട്ട് എക്സാം സമയത്ത് ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് അത്ര ഫെമിലിയർ അല്ല. TV ഡയഗ്രാം സാധാരണ നമ്മൾ ചെയ്യുന്നത് PV ഡയഗ്രമാണ്. അതർവൈസ് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു.